وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حاميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുവാനും അള്ളാഹു സ്വാലിഹീങ്ങൾക്കായി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുവാനും സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ റമദാനിലെ 4ാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. അവസാനത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാവനമായ മാസം അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ റഹ്മത്താണ് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത്. പടച്ച റബ്ബ് ഒരുപാട് സ്ഥലങ്ങൾക്ക് പ്രത്യേകതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ അവൻ ചില പ്രത്യേകമായ ദിവസങ്ങൾക്ക്, സമയങ്ങൾക്കും പ്രത്യേകമായ പദവികളും ആദരവുകളും ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഹറമിൽ മക്ക മസ്ജിദിൽ നാം നമസ്കരിക്കുമ്പോൾ അതിന് 1,00,000 മടങ്ങ് പ്രതിഫലമാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2ാം സ്ഥാനം മദീനക്കാണ്, 3ാമത്തത് ബൈത്തുൽ മുഖദ്ദസാണ്. അതുപോലെ അല്ലാഹു തആല കുറെ സമയങ്ങൾക്കും പ്രത്യേകതകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം യൗമുൽ ജുമുഅ വളരെയേറെ പ്രാധാന്യമടങ്ങുന്ന ദിവസമായി അല്ലാഹു തആല നമ്മെ അറിയിച്ചതാണ്. അതുപോലെ ധാരാളം സമയങ്ങൾ, അങ്ങനെ പ്രത്യേകതകൾ നൽകപ്പെട്ട സമയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കിതാ ഒരു വർഷത്തിൽ അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് നൽകപ്പെടുന്ന ഒരു പ്രത്യേകമായ ദിവസം, ഒരു രാത്രി, ഖദറിന്റെ രാത്രി എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച, മുബാറക്കത്തായ രാത്രി എന്ന് മറ്റൊരിടത്ത് വിശേഷിപ്പിച്ച, അനുഗ്രഹങ്ങളുടെ പൂമഴ പെയ്തുകൊണ്ടിരിക്കുന്ന, നിലയ്ക്കാതെ ആ രാത്രിയിൽ റഹ്മത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹനീയമായ ഒരു ദിവസം. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുൻ സമുദായങ്ങളെ പോലെയല്ല നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70 വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം 60നും 70നും ഇടക്കാണ്. 60നും 70നും ഇടക്ക് കൊഴിഞ്ഞു തീരുന്ന ജീവിതമാണ് നമ്മുടേത്. വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. 60ഉം 70ഉം ഒക്കെ വിട്ടുകിടക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. 70 വിട്ടുകിടക്കുന്നത് വിരളമാണ്. അതിലും അപ്പുറം പോയാൽ 100ൽ 110ലും 105ലും ഒക്കെ മരിച്ചാൽ അത് വലിയ വാർത്തയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്ത് കഴിഞ്ഞകാല സമുദായങ്ങളെ അപേക്ഷിച്ച് ആയുസ് കുറഞ്ഞവരാണ്.
നമുക്കറിയാം, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ജീവിച്ച മഹാനാണ്. അക്കാലഘട്ടത്തിലെ ആളുകളുടെ വയസ്സുകൾ പറയുമ്പോൾ 200, 300, 400 ഒക്കെ ആയുഷ്കാലത്തിന്റെ പകുതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആയുസ്സിന്റെ കാര്യത്തിൽ നൽകപ്പെട്ട ആളുകൾ. പക്ഷേ ആയുസ് ധാരാളമായി നൽകപ്പെടുന്നതിന്റെ കൂടെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സൗഭാഗ്യം സിദ്ധിക്കലാണ്, പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഭാഗ്യം. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം 60 വർഷത്തിന്റെയും 70 വർഷത്തിന്റെയും ഇടക്ക് കൊഴിഞ്ഞു തീരുന്ന ജീവിതത്തിനിടക്ക് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ എത്ര തുച്ഛമാണ്. അതിൽ തന്നെ എത്ര മണിക്കൂറുകൾ, എത്ര വർഷങ്ങളാണ് നമ്മൾ ഉറങ്ങിത്തീരുന്നത്. അതിൽ തന്നെ നമ്മുടെ ജീവിതായോധന രംഗത്തുള്ള അധ്വാനങ്ങൾക്ക് വേണ്ടി, പരിശ്രമങ്ങൾക്ക് വേണ്ടി എത്ര വർഷങ്ങളാണ് നമ്മൾ മണിക്കൂറുകൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ നീക്കിവെക്കുന്നത്. പിന്നീട് വരുന്ന ഓരോ ദിവസത്തിലെയും തുച്ഛമായ സമയങ്ങൾ കൂട്ടി നോക്കിയാൽ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തിൽ കഴിയുവാൻ കിട്ടുന്നത്. ഈ ഒരു കുറവ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പരിഹരിച്ചു തന്നിരിക്കുകയാണ്. അതേ ഏറ്റവും വലിയ മഹത്വമുള്ളവരെ രാത്രി നൽകിക്കൊണ്ട് ആദരിച്ചിരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ, 1000 മാസങ്ങളേക്കാൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിന്റെ പരിധി എന്ന് അത് നിശ്ചയിച്ച അള്ളാഹുവിന് മാത്രമേ അറിയൂ. 1000 മാസങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് തന്നെ 83 വർഷവും 4 മാസവുമായി. 83 കൊല്ലവും 4 മാസവും അധ്വാനിച്ചാൽ, തുടർച്ചയായി ഇബാദത്തിൽ ഏർപ്പെട്ടാൽ കിട്ടുന്ന പ്രതിഫലം കേവലം 12 മണിക്കൂർ നേരത്തെ, അഥവാ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടരുന്നത് വരേക്കുള്ള ആ രാത്രിയുടെ സമയങ്ങൾക്കുള്ളിൽ നിർവഹിച്ചാൽ 83 വർഷവും 4 മാസവും അധ്വാനിച്ചതിനേക്കാൾ അപ്പുറമുള്ള തൗഫീഖ് നൽകപ്പെടുന്ന, ഫലം നൽകപ്പെടുന്ന, പുണ്യം നൽകപ്പെടുന്ന ഏറ്റവും മഹനീയമായ ഒരു രാത്രി എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. നന്നായി ഉപയോഗപ്പെടുത്തേണ്ടുന്ന ദിവസങ്ങൾ. ഒരിക്കലും അലസരായിരുന്നുകൂടാ. ഇനി ഉറക്കമൊഴിക്കാൻ സാധിക്കുന്നവരൊക്കെ ഉറങ്ങരുത്. രാത്രികളിൽ ദീർഘമായി ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കേണ്ടുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റു കാലങ്ങളിൽ അധ്വാനിക്കാത്തത്ര അധ്വാനം, പരിശ്രമം, ബുദ്ധിമുട്ട് സഹിക്കൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് സഹിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇദാ ദഖലൽ അശ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു അവസാനത്തെ 10 ദിവസങ്ങൾ സമാഗതമായി അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈൽ, രാത്രി മുഴുവൻ ഹയാത്താക്കും. രാത്രി ഉറങ്ങുന്നില്ല, ദീർഘമായി രാത്രി ഉറക്കമൊഴിക്കുകയാണ്. വഅയ്ഖളാഹു ലഹു, തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തുകയാണ്. തനിക്ക് മാത്രം പോരാ, വീട്ടുകാരി കിടന്നുറങ്ങട്ടെ, മക്കള് കിടന്നുറങ്ങട്ടെ എന്നതല്ല, അവരെയും വിളിച്ചുണർത്തുകയാണ്. അവരും ഈ പുണ്യത്തിന് വിധേയരാവണം, അവകാശികളാവണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ റഹ്മത്തിന്റെ പേമാരിക്ക് അതേ അവരും അവകാശികളായി തീരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തെയും വിളിച്ചുണർത്തുകയാണ്. നാം മനസ്സിലാക്കുക, സഹോദരിമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഹൈളകാരികളും അതുപോലെ തന്നെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളുമൊക്കെ ഖദറിന്റെ രാത്രി അവർ മനസ്സിനെ കൊണ്ട് അവഗണിച്ച് കളയരുത്. മനസ്സാവർ അവഗണിച്ച് കളയരുത്. ഞങ്ങൾ ശുദ്ധിയില്ലാത്ത കാലത്താണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാത്രിയുടെ പുണ്യം നേടാനാവില്ല എന്നാരും ധരിക്കേണ്ടതില്ല. അശുദ്ധിയുള്ള സമയത്താണെങ്കിലും അവർക്കതാ എഴുന്നേറ്റിരിക്കാം, ദീർഘമായി അള്ളാഹുവിനോട് ദുന്യവിയും മുഖറവിയുമായ കാര്യങ്ങൾ ചോദിക്കാം, ദുആകൾ നടത്താം, ദിക്റുകൾ ചൊല്ലാം, തസ്ബീഹുകൾ ചൊല്ലാം, തഹ്ലീലുകൾ, തക്ബീറുകൾ, അഷ്റഫുൽ വറാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്തുകൾ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ധാരാളക്കണക്കിനുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട്
അവർക്കും ആ രാത്രിയെ ധന്യമാക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് മനഃപ്പാഠമുള്ള ഖുർആൻ ഓതാം, ദിക്റുകൾ ചൊല്ലാം, ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സൂചിപ്പിക്കുന്നത് ഹൈളുകാരികളോ നിഫാസുകാരികളോ ഒക്കെ ആയ സ്ത്രീകൾ റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവർ രാത്രികളിൽ ഞങ്ങൾ അശുദ്ധിയുള്ളവരല്ലേ, ഞങ്ങൾക്ക് ഏതായാലും നോമ്പെടുക്കാനും നിസ്കരിക്കാനും പറ്റിയ കാലത്തിലല്ല, അതുകൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങട്ടെ എന്നവർ ധാരണ വെച്ച് പുലർത്താറുണ്ട്. ശരിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം വജദ്ദ വശദ്ദൽ മിഅ്സർ, അരയുടുപ്പ് മുറുക്കി ഉടുത്തിരുന്നു, ഇബാദത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. സാധാരണയായി തന്റെ സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ നിന്ന് ഈ രാവുകളിൽ വിട്ടുനിൽക്കുകയാണ്. വളരെയേറെ ശ്രദ്ധയോടുകൂടി, വളരെയേറെ താല്പര്യത്തോടുകൂടി. ഏതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുക? 83 ചില്ലാനം വർഷം ഒരു മാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ ഒരായുഷ്കാലത്തിനിടക്ക് 83 കൊല്ലവും 4 മാസത്തിലും അപ്പുറം തുടർച്ചയായി ഇബാദത്തെടുക്കാൻ നമുക്ക് സാധ്യമാകുമോ? ഒരു രാത്രി എങ്ങാനും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പക്ഷേ അത് ഏതാണെന്ന് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടില്ല. ഒരു രാത്രി എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ 83 ചില്ലാനം കൊല്ലങ്ങൾ നിരന്തരമായി ഇബാദത്ത് ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലം. അതൊരു 10 കൊല്ലം കിട്ടിയാലോ, 830 ചില്ലാനം കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്തതുപോലെ അതൊരു 20 വർഷം തുടർച്ചയായി കിട്ടിയാലോ, 1660 വർഷങ്ങൾ തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പുണ്യം ലഭിക്കുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന് അല്ലാഹു തആല കനിഞ്ഞു നൽകിയിരിക്കുകയാണ്. പക്ഷേ ആ സമയമേതെന്ന് അറിയിച്ചിട്ടില്ല. ഏതുപോലെ ഇന്നും ഒരു ദിവസമുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു സമയമുണ്ട്. ആ സമയത്തിൽ റബ്ബിനോട് അടിമ ചോദിക്കുന്നത് മുഴുവൻ സ്വീകരിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഏതാണ് ആ സമയമെന്ന് പറഞ്ഞില്ല. വെള്ളിയാഴ്ചയിലെ ഏത് മണിക്കൂറിലാണതെന്ന് പറഞ്ഞില്ല, ഏത് മിനിറ്റിലാണതെന്ന് പറഞ്ഞില്ല. എന്തിനു വേണ്ടി? വെള്ളി മുഴുവൻ അതിനു വേണ്ടി അധ്വാനിക്കാൻ. വെള്ളിയാഴ്ച കിടന്നുറങ്ങാനാണ് പ്രവാസികൾക്ക് പലപ്പോഴും. വെള്ളിയാഴ്ച ഒഴിവുള്ള ദിവസമാണ് ദീർഘമായി കിടന്നുറങ്ങുക എന്നതാണ് നമ്മുടെയൊക്കെ പോളിസി. പക്ഷേ ഒരു ദിവസത്തിൽ ഏറ്റവും പുണ്യമേറിയ ഒരു ദിവസം, ആ ഒരു സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണെന്ന് അറിയിച്ചിട്ടില്ല. വെള്ളി മുഴുവൻ അത് പരതണം എന്ന നിലക്ക്, അല്ലേ? വെള്ളി മുഴുവൻ അത് പരതണം. ദുന്യവിയായ കാര്യത്തിൽ പണ്ടെവിടെയോ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണത്തിന് ബിരിയാണി വെച്ച് വിളമ്പിയപ്പോ, ഒരു ധൂർത്തിന്റെ ഉദാഹരണമായി പറയുന്നതാണ്. ഒരു കല്യാണത്തിന് ബിരിയാണി വെച്ച് വിളമ്പിയപ്പോ അതിൽ ഒരു പ്ലേറ്റ് ബിരിയാണിയിൽ ഒരു കാറിന്റെ ചാവി വെച്ചിട്ടുണ്ട് എന്നൊരു പരസ്യം ചെയ്തു. ഏതിലാന്നറിയില്ല, ഏത് പ്ലേറ്റിലാണ് ആ വലിയ കാർ അടിക്കാനുള്ള ഭാഗ്യശാലി എന്ന് ആർക്കും അറിയുന്നില്ല. എല്ലാവരും ചെന്നിട്ട് വിളമ്പി വെച്ച ബിരിയാണിയുടെ പ്ലേറ്റ് മുഴുവൻ തട്ടിത്തെറിപ്പിച്ചു എന്നാണ്. എന്തിന്? ഏതിലാന്നറിയാഞ്ഞിട്ട്. മനുഷ്യന്റെ ദുന്യവിയായ മോഹത്തിന്റെ ഒരാധിക്യമാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറയുന്നു, ഏതാ സമയം എന്നറിയില്ല. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ഏതാന്നറിയില്ല. അതേ, റമദാനിൽ ഒരു രാത്രിയുണ്ട്, ഏതാ എന്നറിയൂല. അത് തന്നെ ആദ്യത്തെ 10-ലാണോ രണ്ടാമത്തെ 10-ലാണോ? കൂടുതൽ സാധ്യത 3-ാമത്തെ 10-ലാണ്. അവസാന 10-ൽ അത് തന്നെ ഏതെന്നറിയില്ല, അത് തന്നെ ഏതാണെന്നറിയില്ല. അവസാന 10-ൽ മുഴുവനും പ്രതീക്ഷിച്ചോളൂ. തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. അതിൽ തന്നെ ഒറ്റയായി വരുന്ന രാത്രികൾ, 21-ാം രാവ് കഴിഞ്ഞുപോയി. 23, 25, 27, 29 ഒറ്റയായി വരുന്ന രാത്രികളാണ്. എല്ലാ വർഷവും ഒറ്റയായി വരുന്ന രാത്രിയിലായിക്കൊള്ളണമെന്നില്ല. എപ്പോഴാണത് നിശ്ചയിക്കപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. 21-ാം രാവ് കഴിഞ്ഞു, അല്ലെങ്കിൽ 27-ാം രാവ് വരട്ടെ, ഇത് 23-ാം രാവല്ലേ ഇന്ന്, അല്ലെങ്കിൽ 24-ാം രാവല്ലേ എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു അതെന്നാണ് അതിന്റെ പുണ്യം നിശ്ചയിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഓരോ സ്ഥലങ്ങളിലും റമദാനിലേക്ക് കടക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്, ദിവസങ്ങളിലാണ്. ഒരിടത്ത് 21-ാം രാവാകുമ്പോൾ ചിലർക്ക് 20-ാം രാവേ ആകുന്നുള്ളൂ, ചിലർക്ക് 26-ാം രാവാകുമ്പോൾ ചിലർക്ക് 27-ാം രാവാണ്. അതുകൊണ്ട് ഒറ്റ രാത്രികളിൽ മാത്രമല്ല, ഇരട്ടയായി വരുന്ന രാത്രികളിലും, റമദാനിന്റെ അവസാനത്തെ 10 മുഴുവൻ രാത്രികളിലും, അതെ, അഹ്യൽ ലൈൽ വഅയ്ഖളഹു ലഹു വജദ്ദ വശദ്ദ മിഅ്സറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രികൾ മുഴുവനും ഹയാത്താക്കി. ഒറ്റയായി വരുന്ന രാവ് എന്നല്ല.
27-ാം രാവ് എന്നല്ല, 21-ാം രാവ് എന്നല്ല. അഹ്യാ, അതേ അവിടുന്ന് അവസാനത്തെ 10 എത്തിയപ്പോൾ അഹ്യൽ ലൈൽ, രാത്രി ഹയാത്താക്കി 10 മുഴുവനും. തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി. അതേ ഇബാദത്തിന് വേണ്ടി വളരെയേറെ ശ്രദ്ധയോടുകൂടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യങ്ങൾ വഴിഞ്ഞൊഴുകുകയാണ്. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകൾ കൂട്ടം കൂട്ടമായി അതാ വാനലോകത്തു നിന്ന് ഭുവനലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. മലക്കുകളുടെ ഇറക്കം എന്തിനാണ് അവർ ഇറങ്ങുന്നത്? റഹ്മത്തായിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ. അതെന്താണെന്ന് അള്ളാഹുവിനെ അറിയൂ. ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മലക്കുകൾ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു സമാധാനം. മലക്കുകളുടെ ഇറക്കം വലിയ വിജയമാണ് മുസ്ലിമീങ്ങൾക്ക്, വലിയ സന്തോഷമാണ്, വലിയ സമാധാനമാണ്. ബദർ യുദ്ധത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീനിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് താണുകേണ് സഹായം ചോദിച്ച സന്ദർഭത്തിൽ അതേ ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെ ഇറങ്ങി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നല്ല പറഞ്ഞു. അതൊരു വല്ലാത്ത സഹായമായി. ഇത് 1000 10,000 ധാരാളക്കണക്കിന് മലക്കുകൾ. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ആ രാത്രിയിൽ. അത് പ്രഭാതോദയം വരെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആരും കൂട്ടത്തിൽ ഇറങ്ങുന്നുണ്ട്. മലക്കുകൾ റൂഹും ഇറങ്ങുന്നുണ്ട്. ആരാണ് റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുകളുടെ നേതാവിന്റെ അകമ്പടിയോടുകൂടി വാനലോകത്ത് നിന്ന് ഭുവനലോകത്തേക്ക് മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണത്. മുഴുവൻ സമാധാനം, സലാം, ശാന്തിയുടെ രാത്രി, റഹ്മത്തിന്റെ രാത്രി. കിടന്നുറങ്ങേണ്ടതല്ല, നിരന്തരം ചോദിക്ക. അന്നത്തെ രാത്രിക്ക് വേണ്ടിയതാ മഗ്രിബോടുകൂടെ തന്നെ ഒരുങ്ങണം. മഗ്രിബിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ രാത്രി പ്രവേശിക്കുകയായി. ആ ബാങ്കൊലി കേൾക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ നമ്മൾ പറയുക. ഈ രാത്രികളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചുരുക്കി സൂചിപ്പിക്കുന്നത്. ബാങ്ക് കേൾക്കുമ്പോൾ ആ മഗ്രിബിന്റെ ബാങ്കിന് ഇജാബത്ത് നടത്താൻ പോലും ആ ഒരു രാത്രിയിലെ ബാങ്ക്, അതുപോലെ ഒരു മഗ്രിബിന്റെ ബാങ്ക് ഒരുപക്ഷെ നമുക്കിനി കിട്ടിയില്ലെന്ന് വന്നേക്കാം. ആ ബാങ്കിന് ഇജാബത്ത് നടത്തുക. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ബാങ്കിന്റെ ശേഷമുള്ള ദുആ പറയുക, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ. അതെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നേരത്തെ പള്ളിയിലെത്തുക. നോമ്പ് തുറന്ന ഉടനെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന മറക്കേണ്ടതില്ല. അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന സമയമാണ് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്. പള്ളിയിലേക്ക് നേരത്തെ എത്തുക. 1-ാം സഫ് തന്നെ നഷ്ടപ്പെടാതെ പിടിക്കാൻ നോക്കുക. അതെ, അവിടെ എത്തിയിട്ട് നമസ്കാരത്തിന്റെ സമയമുണ്ടെങ്കിൽ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് നമസ്കരിക്കാവുന്ന 2 റക്അത്ത് നമസ്കാരം ഈ രാത്രിയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതേ, ഒരു 83 ചില്ലാനം കൊല്ലം മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചതുപോലെയുള്ള വലിയ പുണ്യം നേടാവുന്ന രാത്രി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ശേഷമതാ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ദിക്റുകൾ മുടങ്ങാതെ നിർവഹിക്കുക. ശേഷമുള്ള സുന്നത്ത് നമസ്കാരം കഴിയുമെങ്കിൽ അത് വീട്ടിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുക. ഖൈറു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് ഏറ്റവും ഖൈർ അവന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ്, ഫർള് നമസ്കാരം ഒഴികെ. ഫർള് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മുടെ വീടുകളിൽ നമസ്കരിക്കലാണ് ഏറ്റവും പുണ്യം, പള്ളികളിലേക്കാൾ പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ, നിസ്കാരം കഴിഞ്ഞു വന്നാൽ അതേ ഭക്ഷണം കഴിക്കുന്നു, സമയം കിട്ടുന്നു, വീണ്ടും ഖുർആനിലേക്ക് തിരിയുന്നു, ദുആ ചെയ്യുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു മിനിമം ഒരു 100 തവണയെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 100 തവണയെങ്കിലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എണ്ണവും കണക്കുമില്ലാത്തത്ര. ഇശാ ജമാഅത്തിന് 1-ാമത്തെ സഫിൽ എത്തുന്നു. പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ പുണ്യം. ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു. രാത്രിയിലെ ദീർഘമായി ഖുർആൻ ഓതുന്ന പള്ളി അന്വേഷിച്ചുകൊണ്ട് ഇമാമിന്റെ പിന്നിൽ പോയി നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിനിടക്കൊക്കെ നരകത്തെ സംബന്ധിച്ച് സ്വർഗത്തെ സംബന്ധിച്ചുള്ള
പരാമർശങ്ങൾ വരുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അറിയുമ്പോൾ അവത്ത് കേട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, സ്വർഗത്തെ ചോദിക്കുക, നരകവിമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. അതെ, ഈ രൂപത്തിൽ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ ഓതി മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ദിക്റുകളിലേക്ക് തിരിയുക. ദിക്റുകൾ ഏതാണ് ചൊല്ലി മടുപ്പ് അനുഭവപ്പെട്ടതെങ്കിൽ അടുത്തതിലേക്ക് തിരിയുക. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നീ മറ്റൊന്നിലേക്ക് അധ്വാനിക്കുക, ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിലേക്ക് നീ വ്യാപൃതനാവുക. വഇലാ റബ്ബിക ഫർഗബ്. നിന്റെ റബ്ബിലേക്ക് നിന്റെ മുഴുവൻ പ്രതീക്ഷകളും നീ തിരിച്ചു വെക്കുക. അതേ സഹോദരന്മാരെ, ഈ രാത്രി മുഴുവൻ നമുക്ക് ഹയാത്താക്കുവാനുള്ളതാണ്. കഴിയുമെങ്കിൽ ഇഅ്തികാഫിരിക്കുക. ഇഅ്തഖഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അവിടുന്ന് മുഴുവനും പള്ളികളിൽ ഭജനം ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാരും ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം ഭാര്യമാർ ആ ചര്യ വീണ്ടും പള്ളിയിൽ വെച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ചര്യയെ പിൻപറ്റിക്കൊണ്ട് സാധിക്കുന്ന അത്രയെങ്കിലും, ഒരാഴ്ച ഫുള്ള് 10 ദിവസം ഫുള്ള് കഴിയില്ലെങ്കിൽ എത്ര സമയമാണ് കഴിയുക എങ്കിൽ അത്രയെങ്കിലും സമയം ഒരു പകലെങ്കിലും മുഴുവൻ ഇരിക്കണമെന്നും, ഇഅ്തികാഫിന്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രി മുഴുവനാണെന്നും, അഥവാ മഗ്രിബ് മുതൽ ഫജ്ർ വരെയാണെന്നും, അതല്ല ഒരു പകലെങ്കിലും വേണമെന്നുമൊക്കെ പല അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്തുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് കിട്ടുന്നത്ര മണിക്കൂറുകൾ അവന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഇബാദത്തുകളിൽ ഏർപ്പെടുന്നത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിങ്കൽ നമുക്ക് പുണ്യമായി രേഖപ്പെടുത്തപ്പെടും എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ സമയങ്ങളെ വെറുതെ കളയരുത്. വെറുതെ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കളയരുത്. റമദാൻ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞതിന്റെ മുമ്പിൽ സമയം കളയരുത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സമയം കളയരുത്. നഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്. ആർക്കെങ്കിലും ആ ഒരു രാവ് നഷ്ടപ്പെട്ടാൽ അവന്റെ മുഴുവൻ ഖൈറും തടയപ്പെട്ടു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. മഹാ ദൗർഭാഗ്യവാനല്ലാതെ ആ ദിവസത്തിന്റെ ഖൈറിൽ നിന്ന് തടയപ്പെടുകയില്ല. അത്തരം ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. ഖദറിന്റെ രാത്രി ഏതാണെന്നറിയൂല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ രാത്രിയും ഖദറിന്റെ രാത്രിയാണെന്ന ധാരണയിൽ, ആയേക്കാമെന്ന പ്രതീക്ഷയിൽ, അതിൽ ഉൾപ്പെടുത്തണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി നാം ആ രാവിന്റെ ഒരു സമയവും നഷ്ടപ്പെടുത്താതെ വളരെയേറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുവാനുണ്ട്. ചോദിക്കുവാനുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ട്, നിരന്തരമായി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയുക. ആരും കാണാതെയുള്ള ഒരു കരച്ചിൽ, ആരും കാണാതെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ മുത്തുമണികൾ, പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകളെ നരകാഗ്നി സ്പർശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ. ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷകളോർത്ത്, അവൻ തനിക്ക് ചെയ്ത നിഅമത്തുകളോർത്ത്, താൻ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന ശുക്റുകൾ ചെയ്തില്ലല്ലോ എന്ന ദുഃഖത്തോടെ കരയുന്നവർ, ആ കരയുന്ന മനുഷ്യന്മാർ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലിന് യോഗ്യരാണ്, അർഹരാണ്, അവകാശികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ലൈലത്തുൽ ഖദ്റിന് നമുക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. ആയുസ്സിലെ അവസാന സന്ദർഭമായേക്കാം ഇതൊരു. പക്ഷേ അടുത്ത റമളാനിൽ ഇല്ലെന്ന് വന്നേക്കാം. വരും ദിവസത്തിൽ പോലും ഇല്ലെന്ന് വന്നേക്കാം. സൂക്ഷ്മതയോടുകൂടി ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ നാഥൻ ലൈലത്തുൽ ഖദ്ർ അതിന്റെ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
അള്ളാഹു പരിപാവനമാക്കി മാറ്റിയ പ്രത്യേകമായ രാവ്. ആ രാവിനെ സജീവമാക്കേണ്ടത്, ആചരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന രീതിയിൽ മാത്രമാണ്. ആ രാത്രിയിലും ചില പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ 27-ാം രാവ് അന്ന് പ്രത്യേകമായി പലഹാരങ്ങൾ ഉണ്ടാക്കി പള്ളികളിലേക്ക് മരണപ്പെട്ടവരുടെ പേരിൽ നേർച്ചയാക്കുന്ന അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായി റൂഹ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ആത്മാക്കളൊക്കെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന ദിവസമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകളും മരിച്ചുപോയവരുടെ ആത്മാക്കളൊക്കെ ഇറങ്ങുന്ന ദിവസമാണ്. ഉണ്ടെന്ന് വാപ്പ വരും, ഉമ്മ വരും, കുടുംബങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചില ആചാരങ്ങളും പരിപാടികളുമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലരും പലതും ചെയ്തു കാണുന്നു. ഇസ്ലാം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് മാത്രമാണ്. ഓരോരുത്തരുടെ ബുദ്ധിയിലും യുക്തിയിലും നല്ലതെന്ന് തോന്നുന്നത് ആചരിക്കാനുള്ളതല്ല ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. അത് അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ മാത്രം നിർവഹിക്കുവാനുള്ളതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്ർ മാ അഖൂലു ഫീഹാ. ലൈലത്തുൽ ഖദറാണെന്ന് പ്രതീക്ഷിക്കാവുന്ന, ഇന്ന് ലൈലത്തുൽ ഖദർ ആയേക്കുമെന്ന് കരുതപ്പെടുന്ന, അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു രാത്രിയിൽ, അങ്ങനെയുള്ള രാവുകളിൽ ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എന്താണ് റബ്ബിനോട് ചോദിക്കേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൂലി ആയിഷ, നീ ഇങ്ങനെ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക, നിശ്ചയമായും നീ, അഫുവ്വുൻ, വാവിന് ശബ്ദം ഡബിൾ ലമ്മുമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പല ആളുകളും അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, ഫാഇന് ലമ്മ്, വാവിന് ശബ്ദം, അതുപോലെ തന്നെ രണ്ട് ലമ്മും. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ, നീ ധാരാളമായി മാപ്പ് ചെയ്യുന്നവനാണ്, നീ ധാരാളമായി വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ ധാരാളമായി പുറത്തു തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അവിടെ അഫ്വ ഫാഇന് സുകൂനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നിനക്ക് വലിയ ഇഷ്ടമാണ്, വിട്ടുവീഴ്ചയും മാപ്പുമൊക്കെ നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, ഫഅഫു അന്നി, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ, നരകവിമോചനം എനിക്ക് തരണം, നരകത്തിയിൽ നിന്ന് എന്നെ പുറത്തു തരണം, എന്നെ മോചിപ്പിച്ചു തരണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നിരന്തരമായി അല്ലാഹുവിനോട് എല്ലാ രാവുകളിലും ചോദിക്കാവുന്ന ചോദ്യമാണത്. എല്ലാ രാത്രിയിലും നരകവിമോചനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി തരാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അഫ്വാണ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്താണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണല്ലോ, പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണല്ലോ. അങ്ങനെ സ്വർഗം ഉറപ്പായാൽ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിയിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ആ നിലക്കുള്ള വിജയം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുവാൻ വേണ്ടി നിരന്തരമായി മനമുരുകിക്കൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സർവശക്തനായ നാഥൻ നരകവിമോചനത്തിന് അർഹരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك اللهم وفق ولاة أمورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والإكرام اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.